എല്ലാം തുറന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് PC ജോർജ് എന്ന MLA. അദ്ദേഹവുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു അമൃത TV-യിലെ അയ്യപ്പ ദർശനത്തോടനുബന്ധിച്ച്. അദ്ദേഹം അയ്യപ്പനെ കുറിച്ച് വളരെയധികം ഉയർത്തി പറഞ്ഞു. നമ്മളെല്ലാം ഒരൊറ്റ സഹോദരന്മാരെ പോലെ പെരുമാറണം, ജാതിയോ മതമോ എന്ന് നമ്മളെ ബാധിക്കരുത് എന്നുള്ളതെല്ലാം പറഞ്ഞു. ഞാൻ പതുക്കെ ഹിന്ദി ചെയ്തു. ചിലർ മകൻ്റെ വിവാഹത്തിനും മകളുടെ വിവാഹത്തിനും വരുന്ന ആ പാർട്ട്ണറെ, മകളുടെ വിവാഹത്തിനാണെങ്കിൽ വരുന്ന ഭർത്താവ്, മകൻ്റെ വിവാഹത്തിലാണെങ്കിൽ വരുന്ന ഭാര്യ, അവർ ക്രിസ്ത്യാനി ആയാലേ കഴിക്കുള്ളൂ എന്ന് പറയുന്നവരും ചിലരുണ്ട്. അല്ലെങ്കിൽ കഴിക്കില്ല, കഴിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ പള്ളിയിൽ പോയിട്ട് ക്രിസ്ത്യാനി ആയതിനു ശേഷം എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നു എന്ന് പറയുന്നവരുണ്ട്. പുറത്തൊക്കെ അവർ സർവമത ലൗകികതയും മതേതരത്വവും ഒക്കെ പറയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞു, ചന്ദ്രനിലേക്ക് എറിഞ്ഞ കല്ല് PC ജോർജിൻ്റെ തലയിലാണ് കൊണ്ടതെന്ന്. ഏതായാലും PC ജോർജ് സാറിനത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മരുമകളുടെ അടുത്ത് മതം മാറണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ജഗതി ശ്രീകുമാറിൻ്റെ മകള് ലക്ഷ്മി എൻ്റെ മകനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കഴിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് യാതൊരു പ്രത്യേകതയില്ല. പക്ഷേ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ബിഷപ്പ് പറഞ്ഞു, മരുമകളാകാൻ പോകുന്ന ആളെ മതം മാറ്റണ്ട, പക്ഷെ അവർക്കുണ്ടാവുന്ന കുട്ടി ക്രിസ്ത്യാനിയായി തന്നെ വളരണം. എന്ത് വിശാല ബുദ്ധിയല്ലേ, എന്തൊരു മതേതരത്വമാണ്. അപ്പോൾ PC ജോർജ് ബിഷപ്പിനോട് ചോദിച്ചു അത്ര, അതെന്താ കുട്ടി ക്രിസ്ത്യാനിയായി തന്നെ വളരണം, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു കഴിയുമ്പോഴത്തേക്കും തെമ്മാടിക്കുഴിയിലേക്ക് കൊണ്ടുപോയിട്ട് കുഴിച്ചിടില്ലേ? എൻ്റെ മകൻ്റെ മകനെ തെമ്മാടിക്കുഴിയിൽ കുഴിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ മതം മാറാൻ പറഞ്ഞത്. എന്തൊരു രസകരമായിട്ടുള്ള വിവരണമാണല്ലേ. ആ ബിഷപ്പിൻ്റെ മുമ്പിൽ ആണത്തത്തോടു കൂടി ബാക്കി എല്ലാവരെയും തെറിയും പച്ചത്തെറിയൊക്കെ പറയുന്ന വ്യക്തിക്ക് ബിഷപ്പിൻ്റെ മുമ്പിൽ പറഞ്ഞുകൂടെ, എൻ്റെ മകൻ്റെ മകൻ മരിക്കുമ്പോഴത്തേക്കും ഞാൻ ഈ ലോകത്തിൽ ഇല്ലല്ലോ, അവരന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കണോ അതേപോലെ ജീവിക്കും. കുരിശും കൊന്തയും അതുപോലെ തന്നെ ഉള്ള പള്ളി ചടങ്ങുകളൊക്കെ ഇല്ലെങ്കിലും അവരവരുടെ രീതിയിൽ വളർന്നോട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ഇല്ല. മതേതരത്വവും ബാക്കിയുള്ളതൊക്കെ പറയാൻ എന്തൊരു രസമായിട്ടാണ് പറയണേ അറിയോ. മരുമകളോട് മതം മാറണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ മതം മാറ്റിയിട്ടാണ് കല്യാണം കഴിച്ചത്. കൊച്ചുകുട്ടി വളരുമ്പോൾ തന്നെ ക്രിസ്ത്യാനിയാക്കി വളർത്തണം, ഇല്ലെങ്കിൽ അവൻ മരിക്കുമ്പോൾ, അതായത് PC ജോർജിൻ്റെ മകൻ്റെ മകൻ മരിക്കുമ്പോഴത്തേക്കും തെമ്മാടിക്കുഴി, മകൻ്റെ മകൻ മരിക്കാറാവുമ്പോഴത്തേക്കും കേരളത്തിൽ പള്ളി തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഇപ്പം തന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി. ജലന്ധർ ബിഷപ്പിൻ്റെയും 100 കോടി മുക്കിയ ബിഷപ്പിൻ്റെയും കർദിനാളിൻ്റെയും പാവങ്ങളുടെയൊക്കെ ആധാരം പ്ലഡ്ജ് ചെയ്തിട്ട് ലോൺ എടുത്ത കുട്ടനാട്ടിലെ അച്ഛനും 39 ഏക്കർ മുക്കിയ, വയനാട്ടിലെ അച്ഛനും 200 കോടിയുടെ വൈദ്യ ബിസിനസ് തുടങ്ങാൻ നാട്ടുകാരെ മുഴുവനും പറ്റിച്ച അച്ഛൻ്റെയും, പിന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളുടെയും ഒക്കെ ഫോട്ടോയും ഇതെല്ലാം കണ്ടിട്ട് 2 തലമുറയ്ക്ക് ശേഷമുള്ള ആൾ മരിക്കുന്നതിനെ കുറിച്ചിട്ടും തെമ്മാടിക്കുഴിയിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടുള്ള വേദനയൊക്കെ കാണുമ്പോഴത്തേക്കും ഇവരൊക്കെ തനി രാഷ്ട്രീയക്കാരാണെന്ന് ഇടയ്ക്ക് അറിയാതെങ്കിലും പറയേണ്ടി വരും. അയ്യപ്പൻ്റെ കാര്യത്തിൽ കൂട്ടത്തിൽ സഹായിക്കാൻ വന്നു എങ്കിലും അതിൻ്റെ കൂടെയും വല്ലതുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഇനി നിയമസഭയോ രാജ്യസഭയോ ലോകസഭയോ അങ്ങനെ പല സഭകളുണ്ടല്ലോ. അവനവൻ്റെ സഭ മാത്രമല്ലല്ലോ. ആ സഭയിൽ എവിടെയെങ്കിലും കൂടി ഒന്ന് ഇടിച്ച് കയറിയാലല്ലേ മുഴുവനാവുള്ളൂ എന്ന് കൂടി ഒന്ന് ചിന്തിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെയോ മെത്രാൻ്റെയോ വരി ഉപയോഗിച്ച് മകൻ്റെ മകൻ മരിക്കുമ്പോൾ തെമ്മാടിക്കുഴിയിലേക്ക് പോകാതിരിക്കാൻ മുത്തച്ഛൻ്റെ വലിയ ആഗ്രഹം. മതേതരത്വത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഗംഭീരമായിട്ട് ഹിന്ദുക്കളുടെ കൂടെ നിന്ന് ആളുടെ പുറകിൽ വേറൊരു ആഗ്രഹം കൂടിയുണ്ട്. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അതാണ് കാര്യം എന്നൊന്ന്. പ്രസംഗിക്കുമ്പോൾ പലതും പ്രസംഗിക്കാം, അത് പ്രാവർത്തികമാക്കാം.